ഹായ് പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ടീച്ചർ എങ്ങനെയാണ് ഇത്രയും ബോൾഡായതെന്ന്. അത് ചിലപ്പോൾ എന്നെ കാണുന്ന ഒരു ആംഗിള് വെച്ചിട്ടായിരിക്കും അങ്ങനെ തോന്നുന്നതെന്ന് വെച്ചാൽ ഞാൻ മുടിയൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ നടക്കുന്ന എൻ്റെ ഒരു സ്റ്റൈല് കൊണ്ടിട്ടായിരിക്കാം ആ, അങ്ങനെ ചോദിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ബോൾഡായത് എൻ്റെ പ്രതിസന്ധികൾ എന്നെ ബോൾഡാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ പ്രതിസന്ധി കഴിയുമ്പോഴും കാലഘട്ടം കഴിയുമ്പോഴും ഞാൻ കൂടുതൽ കൂടുതൽ ബോൾഡായിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണ് എന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ ബേസിക്കലി വളരെ ബോൾഡായിട്ടുള്ള ഒരാളേ അല്ലായിരുന്നു. വളരെയധികം പതറുന്ന, വളരെയധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതൊന്നും ഞാനങ്ങനെ ശക്തമായിട്ട് ഫേസ് ചെയ്ത ഒരാളൊന്നും അല്ല. ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ പ്രതിസന്ധികളെ വളരെയധികം പതർച്ചയോടുകൂടി നേരിട്ട ഒരാൾ. പിന്നെ പിന്നെ എനിക്കെന്ത് വന്നാലും കുറേശ്ശെ കുറേശ്ശെ ഞാൻ മെൻ്റലി സ്ട്രോങ്ങായി വരികയുമാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ ഒരു ഏജൊക്കെ എത്തിയപ്പോൾ അത്യാവശ്യം സ്ട്രോങ് മൈൻഡ് സെറ്റ് എനിക്ക് കിട്ടാൻ കാരണമായത്. അപ്പോൾ അതിന് ഉതകുന്ന തരത്തിലുള്ള 2-3 ടിപ്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ശ്രീബുദ്ധൻ ധർമ്മപദത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട്, കാറ്റിൽ കുലുങ്ങാത്ത ഒരു പാറയെപ്പോലെ ജ്ഞാനികൾ പ്രശംസ കൊണ്ടും വിമർശനം കൊണ്ടും കുലുങ്ങില്ല എന്നുള്ളത്. അതായത് വലിയൊരു പാറക്കെട്ട്, അത് കാറ്റ് വന്നാലും കൊടുങ്കാറ്റ് വന്നാലും അത് അനങ്ങാതെ നിൽക്കുന്നത് പോലെയാണ് വിവരമുള്ള അറിവുള്ളവർ കൊടുങ്കാറ്റ് വന്നാൽ എത്ര എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും അനങ്ങാതെ നിൽക്കുന്നത് എന്നുള്ളത്. അത് അത്രയും അറിവുള്ള ആൾക്കാർക്കും അത്രയും ജ്ഞാനികൾക്കും അത്രയും വികാരങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളവർക്കുമാണ് അങ്ങനെ എന്ത് പ്രതിസന്ധി വന്നാലും അനങ്ങാതെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളെയൊക്കെ പോലുള്ളവരൊക്കെ അങ്ങനെ വലിയ വലിയ പ്രതിസന്ധികളൊക്കെ വന്ന് അനങ്ങുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് തോന്നാറ്. അങ്ങനെ അനങ്ങാതെ കുലുങ്ങാതെ നിൽക്കാനും മാത്രമുള്ള മനോവീര്യം നമ്മൾ പ്രതിസന്ധികൾ തരണം ചെയ്ത് വരുമ്പോൾ നമുക്ക് സ്വയമേവ ഉണ്ടായിക്കോളും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. നമ്മൾ എക്സ്പീരിയൻസിലൂടെ നമുക്ക് നേടി വരേണ്ടുന്ന ഒരു കാര്യമാണ്. എന്നാൽ പോലും നമ്മൾ മറ്റുള്ളവരുടെ പ്രശംസയോ വിമർശനങ്ങളോ ലാഭമോ നഷ്ടമോ പ്രശസ്തിയോ അപകീർത്തിയോ സുഖമോ ദുഃഖമോ ഇതൊന്നും കണ്ട് തളരരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിലൊന്നും നമ്മൾ ആടി ഉലയാൻ പാടില്ല എന്നുള്ളതാണ് കാര്യം. ഇതെല്ലാം നമ്മളെ ലൈഫിലൂടെ വന്നു പോകേണ്ടുന്ന കാര്യങ്ങൾ മാത്രമാണ്. നമുക്ക് 5 വർഷം മുന്നേ വന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ന് ചിന്തിക്കുമ്പോൾ അന്ന് അത് വലിയ വലിയ സംഭവമായിരുന്ന ഒരു കാര്യം ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അയ്യോ ഇത്രയും നിസ്സാരപ്പെട്ട ഒരു കാര്യത്തിന് ഞാൻ എന്തോരം ടെൻഷൻ അടിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നും, അല്ലേ? അത്രയേ ഉള്ളൂ. ഇന്ന് നമുക്ക് വളരെ വലുതായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഒരു 2 വർഷം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് തന്നെ ചിരി വരും. ഈ ഒരു കാര്യത്തിനായിരുന്നു അന്ന് ഇത്രയും ടെൻഷൻ അടിച്ചതെന്നുള്ളത്. ചിലത് ഉൾട്ടയായിട്ട് വരും. നമ്മൾ ലൈഫിൽ വളരെ മോശം സിറ്റുവേഷൻ ആയിരുന്നു എന്ന് വിചാരിച്ച പല കാര്യങ്ങളും പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോൾ അതായിരുന്നു ലൈഫിൽ ഏറ്റവും നല്ല കാലഘട്ടം എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്, അല്ലേ? എനിക്കങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. പ്രത്യേകിച്ച് കൊറോണ ടൈമൊക്കെ ആ സമയത്ത് ഞാൻ ഒത്തിരി ടെൻഷനും ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ഫേസ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പം കൊറോണ കാലഘട്ടമാണ് എൻ്റെ ജീവിതത്തിനെ വളരെയധികം മാറ്റിമറിച്ച ഒരു സംഭവം എന്ന് എനിക്കിപ്പോൾ തോന്നാറുണ്ട്. കൊറോണ വന്ന ഒരു സമയമാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും മോശം കാലഘട്ടം എങ്കിൽ പോലും ഇപ്പോൾ എൻ്റെ ലൈഫ് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും എന്നെ ഞാനാക്കി മാറ്റുന്നതിൽ നിർണായകമായ ഒരു ഇത് വഹിച്ചത് കൊറോണ കാലഘട്ടമാണെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാര്യം അത്രമേൽ മാറ്റങ്ങൾ കൊറോണ കാലഘട്ടം എനിക്ക് തന്നിട്ടുണ്ട്, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായത് കൊറോണ കാലഘട്ടമാണ് എന്ന് ഇന്ന് പറയാൻ പറ്റും. അന്നത്തെ സാഹചര്യത്തിൽ അനുഭവിച്ചത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇനി നമുക്ക് ലൈഫില്ലേ, ഇനി മുന്നോട്ടൊരു ജീവിതമില്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന അത്രയും ഒരു കൊടുങ്കാറ്റായിരുന്നു ആ ഒരു കാലഘട്ടം. അപ്പോൾ അതിൽ നമ്മൾ പതറാതെ നിന്നതുകൊണ്ടാണ് നമ്മൾ ഇന്നും പിടിച്ചു നിൽക്കുന്നത്. അതിൽ പതറിപ്പോയി വീണ് പോയിരുന്നുവെങ്കിൽ നമുക്ക് ഇന്നിവിടെ വന്നിരുന്ന എനിക്ക് നിങ്ങളോട് ഇങ്ങനെ പറയാൻ സാധിക്കൂലായിരുന്നു. അപ്പം കൊടുങ്കാറ്റ് വന്നാലും പതറാതെ നിൽക്കുക എന്നുള്ളതാണ്. സുഖവും ദുഃഖവും എല്ലാം നമ്മളുടെ ലൈഫിൽ ഉള്ളത് തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക.
അത് വരുന്ന സമയത്ത് ഓക്കെ ഇതെന്തോ നമ്മളെ പഠിപ്പിക്കാൻ വരുന്നതാണ്, ഇത് കാരണം നാളെ നമുക്ക് വേറെന്തോ നല്ലത് വരാനുണ്ട് എന്നൊക്കെ അങ്ങ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് വലിയ പ്രശ്നമായിട്ട് എടുക്കാതെ നമുക്കതിനെ ധൈര്യമായിട്ട് നേരിടാൻ സാധിക്കും. എല്ലാം നമ്മളുടെ മനസ്സാണ്. മനസ്സ് പതറിപ്പോകാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു പ്രതിസന്ധിയും ധീരമായിട്ട് തന്നെ നേരിടാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് മൈൻഡ് പതറാതെ നിൽക്കണമെങ്കിൽ നല്ലവണ്ണം മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. മെഡിറ്റേഷൻ നമ്മളെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും സമചിത്തതയോടെ നേരിടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ സെൽഫ് അവെയർനെസ് ആണ്, നമ്മളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളുടെ ഏതൊരു പ്രതിസന്ധി വന്നാലും നമുക്ക് ആ ഒരു സ്ഥിരത നേടിയെടുക്കാൻ നമ്മളെ സാധിക്കും. പിന്നെ അടുത്തത് മാനസികമായ പ്രതിരോധ ശേഷിയാണ്. അതായത് നമ്മൾക്കൊരു പ്രശ്നം ഉണ്ടായി, ആ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വീണു പോകും. പക്ഷേ എത്ര പെട്ടെന്ന് നമ്മൾ എഴുന്നേൽക്കുന്നോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മളുടെ വിജയം. നമ്മൾ ആ ഒരു സമയത്തൊന്ന് കുലുങ്ങി ഒന്ന് ഷേക്കായി, പക്ഷെ പെട്ടെന്ന് നമ്മൾ ഉണരുകയാണ്. ഉണർന്നിട്ട് ഓക്കെ ഇനി എന്താണ് അടുത്ത് ചെയ്യാനുള്ളത്, അല്ലാതെ പ്രശ്നത്തിൽ മാത്രം നോക്കിയിരിക്കുന്നവരല്ല വിജയിക്കുക. പ്രശ്നം പരിഹരിക്കുന്നതിൽ എന്താണ്, എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് ചിന്തിക്കുന്നവർക്കാണ് വിജയം ഉണ്ടാവുക. അപ്പം നമുക്കതിന് നമ്മൾ ചെയ്യേണ്ടത്, അത് പ്രശ്നം വന്നു, ഓക്കെ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഈ പ്രശ്നത്തെ ഞാൻ എങ്ങനെയാണ് നേരിടേണ്ടത്, ആ ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. അപ്പം നമുക്ക് വഴികൾ തെളിഞ്ഞു വരും. ഓക്കെ ഇങ്ങനെ ഈ റൂട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു രീതിയിൽ ഇതിനെ ഫേസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും എന്നുള്ള പ്രശ്നത്തിൻ്റെ പരിഹാരത്തിലേക്ക് പോകുക. അല്ലാതെ അയ്യോ എനിക്ക് എന്താ ഇങ്ങനെ വന്നത്, ഞാൻ എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു, മറ്റുള്ളവർക്കൊന്നും ഈ ഒരു പ്രശ്നമില്ലല്ലോ, എനിക്ക് മാത്രം എന്നും പ്രശ്നമാണ് എന്ന് പരിതപിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്ന പരിഹാരം കിട്ടുകയേയില്ല. നമ്മൾ ആ ഒരു ഒന്ന് ആടി ഒലഞ്ഞു, പക്ഷേ നമ്മൾ ആ ഒരു സമചിത്തത വീണ്ടെടുത്ത് നമ്മൾ ആ പ്രശ്ന പരിഹാരം ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുകയും ചെയ്യും. നമ്മൾ കൂടുതൽ ബോൾഡായി വരികയും ചെയ്യും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് സെൽഫ് ലവും സെൽഫ് കമ്പാഷനുമാണ്. നമുക്ക് നമ്മളിൽ വിശ്വാസം വേണം, നമുക്ക് നമ്മളോടൊരു സ്നേഹം വേണം. ചിലർ വിചാരിക്കാറുണ്ട് ദേഷ്യപ്പെടുന്നതാണ് എന്തോ വലിയ ധീരതയുടെ ലക്ഷണം എന്ന് പറയുന്നത്, ദേഷ്യം വരിക എന്നുള്ള, ദേഷ്യപ്പെടുക, എല്ലാവരോടും തട്ടിക്കയറുക എന്നൊക്കെ പറയുന്ന എന്തോ ഒരു ധീരത. ഒരിക്കലല്ല, അവർ ഭീരുക്കളാണ്. കാര്യം അവർക്ക് അവരുടെ മനസ്സിൻ്റെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാരാണ് അവർ. ദേഷ്യപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും പക്വതയുള്ള ആൾക്കാരുടെ ലക്ഷണമേ അല്ല, അറിവുള്ള ആൾക്കാരുടെ ലക്ഷണമേ അല്ല. ദേഷ്യപ്പെടുക എന്ന് പറയുന്നത് അവരവരുടെ ഉള്ളിലുള്ള ഇല്ലായ്മയെ അവർ വേറെ രീതിയിൽ പ്രകടിപ്പിക്കുന്നതാണ്. അപ്പോൾ അവർ ഭീരുക്കളാണ്, അവർക്ക് വേറെ കപ്പാസിറ്റി ഇല്ല, ഇതിനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അവർ ദേഷ്യം എന്നുള്ള വികാരത്തിൽ ഇതുകൊണ്ട് ഒതുക്കുന്നത്. അപ്പം അങ്ങനെയല്ല, സമചിത്തതയോടെ സമാധാനത്തോടെ ഒരു പ്രശ്നം വന്നാൽ ഫേസ് ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ സെൽഫ് ലവ് ഉള്ളവർ, സ്വന്തമായിട്ട് കരുണയുള്ളവർ. അപ്പം അത് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ തന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റി നമ്മൾ എടുക്കില്ല. ഇപ്പോൾ ഒരാൾ നമ്മളോട് ദേഷ്യപ്പെടുന്നു, നമ്മളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അയാളുടെ ദേഷ്യം അയാളുടേതാണ്, നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അയാൾ ദേഷ്യപ്പെട്ട അയാൾക്ക്, നമുക്കെന്താ എന്ന് ചിന്തിക്കാം. അതുപോലെ തന്നെ നമ്മളെ വിമർശിക്കുന്നവരോട് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. വിമർശനം എന്താണെന്ന് നമ്മൾ നോക്കുക, അതിൽ ന്യായമുണ്ടോ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പം ഞാനൊരു ടീച്ചറാണ്, ഞാൻ ഒന്ന് രണ്ട് കോഴ്സുകൾ എടുക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ വിമർശിക്കൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിമർശനത്തിലൂടെയാണ് എനിക്ക് വളരാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാവരും ടീച്ചറെ ക്ലാസ് നല്ലതാണ്, സൂപ്പർ ക്ലാസ്സാണ് ടീച്ചറെ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ടീച്ചർ അത്രയും സ്പീഡിൽ പറയണ്ടായിരുന്നു, ടീച്ചർ കുറച്ചുകൂടെ സ്ലോവിൽ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. അങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് ഒരു ഉയർച്ച ഉണ്ടാവുക. പിന്നെ വിമർശിക്കുക എന്ന് പറയുന്ന ചിലരുണ്ട്, കളിയാക്കി
നമ്മളെ ഇൻസൾട്ട് ചെയ്ത് പറയുന്നത് അത് ശരിയായ ഒരു കാര്യമല്ല. നമ്മളെ സ്നേഹപൂർവ്വം വിമർശിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. സ്നേഹപൂർവ്വം വിമർശിക്കുക എന്ന് പറയുന്നത് അത് പുകഴ്ത്തുന്നതിനെക്കാട്ടിയും നമുക്ക് വളരെയധികം എഫക്റ്റീവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ തന്നെ ഈ യൂട്യൂബ് വീഡിയോ എടുക്കുന്നു, നിങ്ങൾക്ക് ഇതിലെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയാം. ടീച്ചറെ അത്രയും സ്പീഡിൽ പറയണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു ടോപ്പിക് എടുക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, എന്തുണ്ടെങ്കിലും അപ്പം അപ്പോഴല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ചെയ്യുന്നതിൽ അത്ര ശരിയില്ല, ഞാൻ വിചാരിക്കുന്നത് നിങ്ങളെല്ലാം നല്ലതാന്ന് പറയുമ്പോഴത്തേക്കും ഓ എല്ലാവരും നല്ലത് പറയുന്നു, അപ്പം ഞാൻ എന്തോ വലിയ സംഭവമാണ്, അങ്ങനെ ചിന്തിക്കുകയല്ല. നല്ല ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെയാണോ കുറ്റങ്ങളും കുറവുകളും ഉള്ളത് അത് മറ്റുള്ളവർ പറഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നുള്ളതാണ്. പക്ഷെ മറ്റൊരാൾ സ്നേഹപൂർവ്വം വിമർശിക്കുമ്പോൾ നമ്മൾ കണ്ണാടിയിൽ നോക്കി നമ്മളെ കാണുന്നത് പോലെയാണ്. അത്രയും ക്ലാരിറ്റിയോടുകൂടി അവരിൽ നിന്ന് നമുക്ക് നമ്മളുടെ കുറ്റങ്ങൾ അറിയാൻ സാധിക്കും, നമ്മളുടെ മിസ്റ്റേക്കുകൾ അറിയാൻ സാധിക്കും. അതിനെ നമ്മൾ ആ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കങ്ങനെ നമ്മളെ വിമർശിക്കുന്നവരോട് ദേഷ്യം വരില്ല. പണ്ട് എനിക്ക് എന്നെ കുറ്റപ്പെടുത്തുന്നവരെ ഇഷ്ടമല്ലായിരുന്നു. അന്ന് ഞാൻ എന്നെ കുറ്റപ്പെടുത്തുന്നവരെയൊക്കെ എൻ്റെ ശത്രുക്കളായാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെയല്ല. എന്നെ ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അത് ചിലപ്പം ഞാൻ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും കുറ്റങ്ങൾ വരുമല്ലോ. പക്ഷെ ദൈവം സഹായിച്ച് വലുതായിട്ടൊന്നും ആരും അങ്ങനെ കുറ്റം പറയാറില്ല. ആദ്യമൊക്കെ പറഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നമായിരുന്നു. ഞാൻ ഫേസ്ബുക്ക് തന്നെ നിർത്തിയേച്ചും പോകുക, അത്രയ്ക്ക് പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറ്റം പറഞ്ഞാൽ ഞാനത് നോക്കും, എന്തെങ്കിലും കാര്യമുള്ള കാര്യത്തിനാണോ കുറ്റം പറയുന്നത് എന്നുള്ളത് നോക്കും. എന്താണ് അവരുടെ പ്രശ്നം, എന്താണ് അവർ വിമർശിക്കുന്നത് എന്നുള്ളത് വളരെ സൗഹാർദ്ദപരമായിട്ട് തന്നെയാണ് ഞാൻ നോക്കി കാണാറുള്ളത്. അങ്ങനെ എന്തെങ്കിലും എനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിമർശനം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹൃദയപൂർവ്വം ഞാൻ സ്വീകരിക്കും. കാര്യം അങ്ങനെ നമുക്ക് വളരാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളെ പുകഴ്ത്തി പറഞ്ഞ് നമ്മളങ്ങ് എന്തോ സംഭവമാണെന്ന് വിചാരിച്ച് ജീവിക്കുമ്പോഴല്ല നമ്മൾ വളരുക. നമ്മളെ വിമർശിക്കുന്നവരെയും കുറ്റപ്പെടുത്തുന്നവരും ഒക്കെ കൂടെ ചേരുമ്പോഴാണ് നമുക്കൊരു വളർച്ച ഉണ്ടാവുക. അപ്പം അതിനെയൊന്നും അത്രയും നെഗറ്റീവായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസിലൂടെ കിട്ടുകയുള്ളൂ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നമ്മളിത് പഠിച്ച് വന്നിട്ട് ഓക്കെ ഞാനിത് റെഡിയാണ്, എന്നെ ആര് വേണേ എന്ത് വേണേ പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പറ്റില്ല. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോൾ നമുക്കിതൊക്കെ ഒരു നിസ്സാരമായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെയാണ് ഞാനിങ്ങനെ കുറച്ചെങ്കിലും ബോൾഡായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇപ്പം എന്നെ വിമർശിച്ചാലൊന്നും എനിക്കങ്ങനെ പ്രശ്നമില്ല. ഞാൻ അക്കാര്യത്തിലൊക്കെ വളരെ മുന്നോട്ടെത്തി. അത് എത്തിയത് ഞാനിപ്പോൾ ഒരു 2-3 വർഷം കൊണ്ട് ഈ ഫീൽഡിലുണ്ടല്ലോ. അങ്ങനെയാണ്, എക്സ്പീരിയൻസാണ് പ്രധാനം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. മൈൻഡ് എങ്ങനെയാണ് കുറച്ച് ബോൾഡാക്കി വെക്കുക എന്നുള്ളതിന് എനിക്കുള്ള റീസൺ ഇതൊക്കെയാണ്. നമ്മൾ കുറച്ചുകൂടി സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, സെൽഫ് അവെയർനെസ് ഉണ്ടായിരിക്കുക. നമ്മളെക്കുറിച്ച് മറ്റൊരാളല്ല പറഞ്ഞു തരേണ്ടത്, നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച്, നമുക്ക് നമ്മളുടെ കഴിവിനെക്കുറിച്ച്, നമ്മളുടെ അറിവുകളെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു ഗ്രാഹ്യം ഉണ്ടായിരിക്കുക. ഓക്കെ, നമ്മൾ അത്രത്തോളം മറ്റുള്ളവരുടെ കുറ്റം കേൾക്കേണ്ട ആൾക്കാരല്ല എന്ന് നമുക്കൊരു അവെയർനെസ് ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കത്ര ഫീൽ ചെയ്യില്ല. ഇത് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ അയ്യോ ഞാൻ മോശമാണ്, ഞാൻ അത്ര കൊള്ളൂല എന്ന് തോന്നുമ്പോഴാണ് വേറൊരാളും കൂടെ അത് പറയുമ്പോൾ നമുക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു സെൽഫ് ലവ് ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും വേറൊരാളുടെ അഭിപ്രായത്തിൽ മാത്രം ഉറച്ചു നിൽക്കേണ്ട കാര്യമില്ല. അതേസമയം അവരുടെ അഭിപ്രായത്തെ നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാനുള്ള ഒരു മനസ്ഥിതിയും നമുക്കുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും മനക്കരുത്തും ധൈര്യവും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്.